ഹലോ ഗായ്സ്, ത്രീ ബ്രദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഉമ്മച്ചീനെ പച്ചക്കറി തോട്ടമായിട്ടോ നമ്മൾ കാണിച്ചു തരാൻ പോണത്. ഈ വേലി കെട്ടിയത് എന്തിനാന്ന് വെച്ചാൽ ഈ കോയും ബാക്കിയുള്ള ജീവികളൊക്കെ വന്ന് നശിപ്പിക്കാതൊക്കെയാണ്. നമുക്ക് ഡോറില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചാടിക്കിടക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇതാണ് നമ്മളെ കാന്താരി മുളക്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് നമുക്ക് ചെറുതായിട്ട്. ഇത് നമ്മളെ കാന്താരി മുളക്. പിന്നെ നമ്മളെ പനിക്കൂർക്ക ഉണ്ട് കേട്ടോ. പനിക്കൂർക്ക നല്ല പനിക്കൂർക്കയാണ്. പിന്നെ ഇവിടെ കുറേ ഉണ്ട് പനിക്കൂർക്ക. പിന്നെ നമ്മളെ കുഞ്ഞി തക്കാളി ഉണ്ട്. പനി ജലദോഷത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല നല്ല സാധനമാണ്. പിന്നെ നമ്മളെ കുഞ്ഞൊരു ആശാനുണ്ട്, കുഞ്ഞി തക്കാളി തൈ കേട്ടോ. കുഞ്ഞതാണ്. പിന്നെ ഒരു വലിയ തക്കാളി തൈ ഉണ്ട്. വലിയ തക്കാളി തൈ നമ്മൾ ഒരെണ്ണം നന്നായിട്ട് ചുമത്ത് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ചുമത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ തക്കാളി ഉണ്ട് കേട്ടോ അതിനകത്തൊക്കെ. പിന്നെ നമ്മളെ ചീര, നമ്മളെ കുറേ ചീര ഉണ്ട്. ഇതായിട്ടില്ല, പച്ചയാണ്, ഉണ്ടാവണം. പിന്നെ ഇവിടെ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ചീര. നല്ല കിടിലൻ ചീരയൊക്കെ ഉണ്ട് കേട്ടോ ചീര. പിന്നെ നമ്മൾ റോസ കൊമ്പ കേട്ടോ. അതിനകത്ത് ഒരിട്ട് റോസ ഉണ്ടായതാണ്, പിന്നെ പോയി. റോസക്കൊമ്പാണ്. നല്ല സൂപ്പർ മുള്ള കേട്ടോ, കണ്ടോ. ഇനി നമുക്ക് കാണിച്ചു തരാൻ പോണേ ഞാൻ ഉമ്മച്ചി ഉപയോഗിക്കാം. പിന്നെ അത് എവിടെ എന്താ വായ ഉണ്ട് കേട്ടോ. ഇത് വാപ്പി കൊടുക്കുന്നതാണ്. നല്ല വായാണ്, നല്ല വായ കേട്ടോ വയസ്സ്, നല്ല കിടിലൻ വായാണ്. പിന്നെ നമ്മളെ ഉമ്മച്ചിൻ്റെ വളമാണ്. ഞാൻ നിങ്ങൾ കണ്ടോ. ഇത് നമ്മളെ പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ്. പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ്. നമ്മൾ എന്തുട്ടാ പച്ചക്കറിയൊക്കെ വേസ്റ്റ് ആക്കുമല്ലോ, അത് കൊടുന്ന് എൻ്റെ ഉമ്മച്ചി പച്ചക്കറീൻ്റെ ഫ്രൂട്ട്സിൻ്റെ അതിനകത്തൊക്കെ ഇടും. പിന്നെ നമ്മളെ ചോറ് കിട്ടണ കഞ്ഞിവെള്ളം അല്ലേ, കഞ്ഞിവെള്ളം ഇട്ടൊഴിച്ച് എന്താ കുത്തി കലക്കി അങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് ഒരു വളവും വാങ്ങണ്ട, നല്ലൊരു വളമാണ്. നിങ്ങൾ നേരത്തെ അവിടെ കണ്ടില്ലേ തക്കാളി ഇടുന്നത്, അത് ഈ വളത്തിൻ്റെ ഇത് കൊണ്ടാണ് കേട്ടോ, വളത്തിൻ്റെ പവർ തന്നെയാണ്. പിന്നെ നമുക്കിത് ഇവിടെ പിന്നെ ഒരു കാര്യം പറയാൻ പാടില്ല, ഈ വടി വെച്ചാണ് നമ്മൾ ഇളക്കി കൊടുക്കാറ്. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം. നല്ല മണം. നിങ്ങളിത് കണ്ടോ, ഈ കപ്പേനെ ഇതൊരു ചാക്കിലാട്ടോ കുഴിച്ചിട്ടേക്കണ, വേറെ ഒന്നിനല്ല. നമ്മൾക്ക് ഒരു എലിയുണ്ട്, നമ്മളെ മണ്ണിൻ്റെ അടിയിലത്തെ ഒരു എലിയില്ലേ, അത് വന്ന് നശിപ്പിക്കാതിരിക്കാനാണ്. പിന്നെ പെട്ടെന്ന് ഇത് പറിച്ചെടുക്കാനും പറ്റും നമുക്ക്, ചാക്കിലായതുകൊണ്ട് നട്ടുകൊണ്ട്. നമ്മൾ അച്ചിങ്ങ, നമ്മളെ എറണാകുളം ഭാഗത്താണ് ഇത് കൂടുതൽ പറയാറ്. അച്ചിങ്ങ ഇത് ഉണ്ടായിട്ടില്ല, പച്ചയാണ്. ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. ചിന്ന നാട്ടിലൊക്കെ പയർ എന്നാണ് പറയണ കേട്ടോ. ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പയർ, കുറേ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. എവിടെ പയറുണ്ട്, ഇവിടെ പയറുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ വേപ്പല ചെറുതാണ്. പിന്നെ നമ്മളെ ചീര പിന്നെ അതെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചീരയും കൂടി ഉണ്ട്. പിന്നെ ഒരു ഇതുണ്ട്, നമ്മളെ ഈ പഴത്തിൻ്റെ പേരാണ് പുളിമരം. കുറേ പുളിയുണ്ട് കേട്ടോ. അതെ കുറേ പുളിമരം ഉണ്ട്. താഴത്ത് കുറേ കിടക്കാറുണ്ട്. നല്ല രസമാണ് തിന്നാൻ. അപ്പോൾ ഇന്ന് എത്ര ഉള്ളു ഗൈസ് വീഡിയോ. ഇന്ന് നമുക്കത് ഇതൊക്കെ കായ്ച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഉടനെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ പോണതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.